സായിയും നന്ദന ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇവിടുന്ന് പുറത്തു പോയതിനു ശേഷം ഗെയിം വിലയിരുത്തിയിട്ട് അകത്ത് വന്നിരുന്ന് സംസാരിക്കുന്നതാണ് അവര്. ആ സമയത്ത് ചോദിക്കാനുള്ളത് ചോദിച്ചോ എന്ന് നന്ദന സായിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ സായി പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചു. അപ്പൊ അങ്ങേര് തന്ന മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സെൽഫിഷ് ഗെയിമർ ആണെന്ന് നിനക്ക് അറിയില്ലേ എന്നാണ് അങ്ങേര് എനിക്ക് മറുപടി തന്നത് എന്ന് അവിടെ സായി പറയുന്നുണ്ട്. പക്ഷെ അങ്ങേരിൽ നിന്ന് ഞാൻ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കതെന്തോ അത്ര നന്നായി തോന്നിയില്ല എന്നവിടെ പറയുന്നുണ്ട്. എന്തായാലും ജിൻഡോനെ കുറിച്ചാണ് അത് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിൽക്കുന്നതിൽ ആര് വിജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് നന്ദൻ അവിടെ ചോദിക്കുന്നുണ്ട് സായിയുടെ അടുത്ത്. സായി പറയുന്നുണ്ട്, എൻ്റെ പേഴ്സണൽ ഇഷ്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടമുള്ള രണ്ടുപേര് ഇവിടെയുണ്ട്. അത് അർജുനും അഭിഷേകുമാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരിൽ ആര് വിജയിച്ചാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അർജുൻ ആയാലും അഭിഷേക് ആയാലും. പിന്നെ പേഴ്സണൽ ഇഷ്ടം മാറ്റി നിർത്തിക്കൊണ്ട് ഗെയിം വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗെയിം കളിച്ച കണ്ടന്റ് ഏറ്റവും കൂടുതൽ കൊടുത്ത വ്യക്തികൾ എന്ന് പറയുന്നത് ജിൻഡോയും ജാസ്മിൻ ആയിരിക്കും. പക്ഷേ അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തതും എനിക്കിവിടെ ഏറ്റവും നല്ല ഗെയിം കളിച്ചതും ആയിട്ട് തോന്നിയിട്ടുള്ള വ്യക്തി അത് ജാസ്മിൻ ആണ്. അതെന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ജാസ്മിൻ വിജയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അവിടെ സായി പറയുന്നത്. പക്ഷെ ആര് ജയിക്കും എന്നൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. നമുക്കറിയാം സായിക്ക് കൂടുതൽ ഇഷ്ടം എപ്പോഴും ജാസ്മിന്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ജാസ്മിൻ വിജയിച്ച് കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെന്റെ പേഴ്സണൽ ഇഷ്ടമാണ് എന്നവിടെ സായി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ലാതെ കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള വ്യക്തികളെ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർജുനും അഭിഷേകും ആണെന്നും പറയുന്നുണ്ട് അവിടെ സായി ഇരുന്നിട്ട്.